ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പഴയകാല നാടൻ വിഭവമായിട്ടാണ്. ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് കഴിച്ചിട്ട് ഇതുവരെയും നാവിൻ തുമ്പിൽ നിന്നും പോവാത്ത എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും തയ്യാറാക്കി കാണിച്ചു തരുന്നത്. നമ്മുടെ പണ്ട് കാലത്ത് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മുടെ അമ്മമാർ നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ. ഈ ഒരു സ്വാദ് തങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്നും പോവാത്ത ആൾക്കാർ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എങ്കിലും ഈ ഒരു റെസിപ്പിയെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കൂടെ തയ്യാറാക്കി കാണിച്ചു തരുന്നത്. എല്ലാവരും വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണം. നമ്മളിത് തയ്യാറാക്കി വെച്ചാൽ ഒരാഴ്ച കാലത്തേക്കൊക്കെ നമുക്ക് ഒന്ന് പുറത്തൊക്കെ വെച്ച് തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ അവലോസ് പൊടിയൊക്കെ കഴിക്കാറുണ്ടല്ലേ. അവലോസ് പൊടി നാളികേരം വരെ വറുത്തെടുക്കുന്നത് കൊണ്ട് കുറച്ച് കാലത്തേക്ക് അത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു കാര്യം നമുക്ക് ഒരു 2-3 ദിവസം മാത്രമാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പഴയ കാല വിഭവം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയലായിട്ട് തരാൻ മറക്കില്ല കൂട്ടുകാരെ. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് കേട്ടോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും ഈ ഒരു പഴയ കാല വിഭവം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. നമുക്കിനി അരി വറുത്തെടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ വീട്ടിലെ നിത്യവും ചോറ് വയ്ക്കുന്ന ഒറ്റ പുഴുക്കൽ അരിയാണ്. ഇനി നമുക്ക് ഈ അരി ഒരു ബൗളിലേക്ക് മാറ്റാം. നിങ്ങളുടെ കൈവശം ഇതുപോലൊരു അരി ഇല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ സാധാരണയായിട്ട് ചോറ് വയ്ക്കുന്ന അരിയും ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ അരി ഒന്ന് കഴുകി എടുക്കണം. ഇതിനായിട്ടൊരു ബൗളിലേക്ക് കൂടെ മാറ്റുന്നുണ്ട്. അരി ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഈ അരി ഒന്ന് കഴുകി എടുക്കാം. അരിയിലെ കാടിയൊക്കെ ഒന്ന് പോയി കിട്ടുന്നതിനായിട്ട് 2-3 തവണ ഒന്ന് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം അരിയിലെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളയണം. ഞാൻ ഇതുപോലൊരു അരിപ്പയിലൂടെ അരി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വെള്ളം ഒന്ന് പോയി കിട്ടാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അരിയിലെ വെള്ളം മുഴുവനും തന്നെ ഇപ്പോൾ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ പാൻ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ അരി പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെള്ളം ഒന്ന് തോർത്തിയെടുക്കുന്നതിനായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമെല്ലാം വറ്റി അരി നല്ല പോലെ പൊട്ടി മുരിഞ്ഞു കിട്ടണം. അതുവരെയും നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു രീതിയിൽ ചെറിയ തീയിൽ വെച്ച് അരി വറുത്തെടുക്കാനായിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം സമയം ആവശ്യമായിട്ട് വരും. അതുവരെയും നമുക്ക് ക്ഷമയോടുകൂടി തന്നെ അരി ഒന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുവാണെങ്കിൽ അരി പെട്ടെന്ന് തന്നെ കരിഞ്ഞൊക്കെ പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ടും. നമ്മുടെ അരി ഇപ്പോൾ വറുത്തെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 7 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. 7 മിനിറ്റ് ആയപ്പോൾ ഈ ഒരു രീതിയിലേക്കാണ് അരി മാറി വന്നിട്ടുള്ളത്. ഇത്രയും പോരാ, നല്ല മെറൂൺ കളറിലേക്ക് തന്നെ ആയി കിട്ടണം. 10 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ അരി ഇതുപോലെ ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. അരി ഒന്ന് പൊട്ടാനും തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് വെക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി ചട്ടിയുടെ ചൂടൊന്ന് ആറ്റിയെടുക്കേണ്ടതാണ്. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുവാണെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. ഇനി നമ്മുടെ അരി ഒന്ന് തണുത്ത് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അരിയുടെ ചൂടാറി വരുമ്പോഴാണ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കേണ്ടത്. ചൂടോടുകൂടി തന്നെ പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ചൂടാറ്റാനായിട്ട് വെച്ച് കൊടുക്കുന്നതും. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ അരിയുടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അരി പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളമില്ലാത്ത ജാറായിരിക്കണം എടുക്കേണ്ടതും. അരി മുഴുവനും തന്നെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ പൊടിച്ചെടുക്കാൻ തുടങ്ങാം. അരി പൊടിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3-4-5 ഏലക്ക തൊലി കളഞ്ഞ് ചേർക്കാം. ഏലക്ക ചേർത്ത് കഴിഞ്ഞാൽ മിക്സി ഒന്ന് അടച്ചതിന് ശേഷം ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ അരി മുഴുവനും തന്നെ പൊടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് അരി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മറ്റുള്ള ചേരുവകൾ കൂടെ ഒന്ന് ചേർത്ത് പൊടിച്ചെടുക്കണം. ആദ്യമായിട്ട് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകമാണ്. നല്ല ജീരകം കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിന്റെ ഒരു മധുരമൊക്കെ ബാലൻസ് ആകാനും വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 1/2 മുറി തിരുമിയ നാളികേരം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 കൈപ്പിടിയോളം നാളികേരമാണ് ചേർക്കുന്നത്. നാളികേരം ഇപ്പോൾ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നാളികേരവും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മധുരത്തിനായിട്ടുള്ള ശർക്കര പൊടി കൂടെ ചേർക്കാം. ഞാനിവിടെ 2 തവി ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര പൊടിക്ക് പകരമായിട്ട് പഞ്ചസാരയും ചേർക്കാവുന്നതാണ്. ഇനി മിക്സി അടച്ചതിന് ശേഷം ഒന്നുകൂടി ഇതൊന്ന് അടിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ചെടുത്തിട്ടുള്ള വറുത്തരി നമുക്കൊരു സെർവിംഗ് ബൗളിലേക്കാണ് മാറ്റേണ്ടത്. നമ്മളിപ്പോൾ തേങ്ങയും ശർക്കരയും എല്ലാം കൂടി
കൂട്ടിച്ചേർത്ത് തന്നെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ അല്പം കട്ടയൊക്കെ ഉണ്ടാവും. അത് നമുക്കൊരു കയ്യിൽ ഉപയോഗിച്ച് ഒന്ന് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന തനി നാടൻ പലഹാരം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ ഒരു വിഭവം അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ നേർച്ചകളായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ കണ്ടല്ലോ എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഇതുപോലൊരു പഴയ കാല വിഭവം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. 4 മണിക്കൊരു ചായക്ക് കടികളൊന്നും തന്നെ ഇല്ലാത്ത സമയത്ത് ഇതുപോലൊരു പഴയകാല വിഭവം നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദിഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനി 4 മണിക്കൊരു കട്ടൻ ചായയൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തനി നാടൻ റെസിപ്പിയുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനി കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ കൂടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.